ഹേ ഗായ്സ്, വെൽക്കം ടു മൺഡേ കാലിസ്തനിക്സ്. ഇത് എൻ്റെ ലിവിംഗ് റൂമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വർക്കൗട്ടുകൾ ആരംഭിക്കുന്നത്. ആദ്യമായി നമ്മൾ മൊബിലിറ്റി ട്രെയിനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വിൽ ബി ഡൂയിങ് ഹിപ്പ് സർക്കിൾസ് ഫസ്റ്റ്. ഇത് ഞാനൊരു 20 to 25 റെപ്സ് ചെയ്യാറുണ്ട്. യു ഗൈസ് ക്യാൻ ഓൾസോ ഡു ദ സെയിം. അതിനുശേഷം നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ആം സ്വിങ്സിലേക്കാണ്. ഫ്രണ്ട് ടു ബാക്ക് 7 to 10 റെപ്സ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ റിസ്റ്റ് കേൾസ്. റിസ്റ്റ് കേൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏത് വർക്കൗട്ട് ചെയ്യാനോ റിസ്കൾസിന് ആ ഒരു സ്ട്രെങ്ത് മൊബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ റിലാക്സ്, സ്റ്റേ ഫ്രീ. അടുത്തായിട്ട് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇഫ് യു വാണ്ട് ടു എൽ സിറ്റ് ആൻഡ് അതർ സിമിലർ സ്കിൽസ്. ഹാംസ്ട്രിങ് സ്ട്രെച്ച് ഞാൻ യൂഷ്വലി ഒരു 7 to 10 seconds ആണ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് എ ബിറ്റ് ആൻഡ് വി കൻ ഡു ദാറ്റ് വൺ മോർ ടൈം. കൈ കൊണ്ട് കാലിൻ്റെ ടോ വരെ ടച്ച് ചെയ്യണം. ദാറ്റ്സ് ഹൗ എ സക്സസ്ഫുൾ ഹാംസ്ട്രിങ് സ്ട്രെച്ച് ഈസ് ഡൺ. ഇനി നമ്മൾക്ക് ലോവർ ബോഡി സ്ട്രെച്ചിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കാല് രണ്ടും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം കൈകൾ അകത്തേക്ക് പുഷ് ചെയ്ത് നിർത്തുകയാണ്. സോ ദാറ്റ് ദ ലെഗ്സ് വിൽ ഫീൽ എ റിയലി ഗുഡ് സ്ട്രെച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ഫുട്ടിൻ്റെ സൈഡിലേക്ക് കൈകൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ്ങും അതുപോലെ തന്നെ ബാക്കി ലെഗ്സിൻ്റെ പോർഷൻസിൽ നല്ലൊരു സ്ട്രെച്ച് ഉണ്ടാകും. ഓക്കെ, സോ വൺസ് യു ഫീൽ ഗുഡ്, റിലാക്സ്, യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. അടുത്തായിട്ട് സൈഡ് ലഞ്ച് സ്ട്രെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കാല് ഈ ഒരു ആംഗിളിൽ ഉറപ്പിച്ച് വെച്ച ശേഷം നമ്മൾ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം സ്ട്രെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ മേക്ക് ഷുവർ രണ്ട് കാലും നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തുക, സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇത് വേറൊരു വേരിയേഷനാണ്, സൈഡ് ലഞ്ച് തന്നെയാണ്, ബട്ട് എ ഡിഫറെൻറ്റ് വേരിയേഷൻ. കൂടുതലായിട്ട് നമ്മുടെ ഹാംസ്ട്രിങ്ങിനായിരിക്കും ഈ ഒരു സ്ട്രെച്ച് ഫീൽ ആവുക. അപ്പോൾ ഒരു കാലിൽ നമ്മൾ ബോഡി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റേ കാലിൻ്റെ ടോയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്തുകൊണ്ടാണ് വാം അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വാം ഡ്രിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിൽ യൂസ് ദാറ്റ്. ഇവിടെ ഞാനൊരു 20 to 25 ജമ്പിങ് ജാക്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ഷുഡ് ബി ഗുഡ്. നീ പുഷപ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി വർക്കൗട്ട് ആണിത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15. ഓൾ റൈറ്റ്, നമുക്കിനി ഒരു 1 to 2 minutes ബ്രേക്ക് എടുക്കാം. സെക്കൻഡ് വർക്കൗട്ട് റെഗുലർ പുഷപ്സ് ആണ്. സോ ഹാൻഡ്സ് ഒരു ഷോൾഡർ വിഡ്ത്തിൽ വെക്കാം. അതിനുശേഷം റെഡി ആയതിനു ശേഷം ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. All right, 1 to 2 minutes ബ്രേക്ക് എടുക്കാം. തേർഡ് വർക്കൗട്ട് വൈഡ് പുഷപ്സ് ആണ്. അപ്പം നേരത്തെ റെഗുലർ പുഷപ്സിന് വെച്ച ആ ഒരു ഷോൾഡർ ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ ഇച്ചിരി കൂടെ വൈഡ് ആക്കുകയാണ്. ഈ സ്റ്റാൻസ് പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റീഅഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പുഷപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ റീഅഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ദ സെയിം. ഓക്കെ, ദാറ്റ് 3 4 5 6 7 8 9 10 11 12 13 14 and 15. ഓക്കെ, 1 to 2 minutes ബ്രേക്ക് എടുത്തതിന് ശേഷം പുൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡെഡ് ഹാങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പുള്ള ബാർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡോർ ഫ്രെയിമിൽ ചെയ്യുന്നത്. അപ്പോൾ കൈ രണ്ടും നിങ്ങളുടെ പുള്ള ബാറിൽ അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിൽ വളരെ ടൈറ്റ് ഗ്രിപ്പായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം വി ആർ കൻ ഹാങ് ഇൻ ദെയർ ഫോർ ലൈക്ക് 15 seconds. ശരിക്കും 15 secondsന് കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇഫ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് മോർ. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ വർക്കൗട്ട് പുള്ളപ്പാണ്. സോ നിങ്ങളുടെ പുള്ള ബാറിൽ കൈകൾ ഹോൾഡ് ചെയ്തതിന് ശേഷം യു ആർ ആക്ച്വലി പുള്ളിങ് യുവർ സെൽഫ് അപ്പ്. ഇവിടെ ഞാൻ ബാറിൽ നിന്ന് വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിൽ നിന്ന് വിടുന്നുണ്ട്, ബിക്കോസ് അത്രയും നേരം ഹോൾഡ് ചെയ്യാൻ എനിക്ക് പാടായതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പം കൈ വിടാതെ ഒരു ഫ്ലോയിൽ തന്നെ 5 പുള്ളപ്പ് എടുത്തിരിക്കണം, കൂടാതെ അത് 3 സെറ്റും ചെയ്തിരിക്കണം. നമ്മുടെ വർക്കൗട്ട് സെഷൻ ഫിനിഷ് ചെയ്യുന്നത് ബിഗിനർ കാലിസ്തനിക്സ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. സോ ആദ്യമായിട്ട് ഫ്രോഗ് പോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കൈകൾ രണ്ടും ഷോൾഡർ വിഡ്ത്തിനും അല്പം കൂടിയും വൈഡാക്കി പിടിച്ചതിന് ശേഷം കാലുകൾ നമ്മുടെ എൽബോസിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ്. ആൻഡ് ദെൻ യു ക്യാൻ ലിഫ്റ്റ് ഇറ്റ് അപ്പ്, ഹോൾഡ് ഇറ്റ് ദെയർ ഫോർ ലൈക്ക് 15 seconds. ആദ്യത്തെ സെറ്റിൽ 15 seconds ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ 20 seconds വരെ ട്രൈ ചെയ്യണം. മൂന്നാമത്തെ സെറ്റിൽ 20 to 30 seconds എങ്കിലും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. ലോങ്ങർ ഹോൾഡിങ്സ് ആണ് കാലിസ്തനിക്സിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ സഹായിക്കുന്നത്. രണ്ടാമത്തെ സ്കിൽ ക്രോ പോസ് ആണ്. ഫ്രോഗ് പോസിൽ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഈ സ്കിൽ ചെയ്യാനായിട്ട് നമ്മുടെ കാലിൻ്റെ മുട്ട്
കൈകളുടെ എൽബോസിൻ്റെ അകത്തേക്കാണ്, അല്ലെങ്കിൽ എൽബോസിൻ്റെ ബാക്ക് സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ്. മുൻപ് ചെയ്ത സ്കില്ലിനേക്കാളും അല്പം കൂടിയും സ്ട്രെങ്ത്തും ബാലൻസും വേണ്ടൊരു സ്കില്ലാണ് ക്രോപ്പോസ്. സോ വി വിൽ ബി ഹോൾഡിംഗ് ദിസ് ഫോർ 15 seconds ആൻഡ് ദെൻ ട്രൈ ടു ഗോ ലോങ്ങർ ഇൻ ദ റിമൈനിങ് 2 sets. സോ നമ്മുടെ മൺഡേ കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കൗട്ട്സ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ സീ യു ഗൈസ് ഇൻ ട്യൂസ്ഡേ കാലിസ്റ്റനിക്സ്.